മനേഷ്, ഈ മന്ത്രിസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് വിജയ് തന്നെ ആയിരിക്കുമല്ലോ കൈകാര്യം ചെയ്യുക, അല്ലേ മനേഷ്? ഉന്മേഷം, ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ആഭ്യന്തര ഉൾപ്പെടെയുള്ള വകുപ്പുകൾ എന്തായാലും വിജയ് തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജനറൽ സെക്രട്ടറി ആനന്ദ് ഒരുപക്ഷെ സ്പീക്കർ ആവാനുള്ള സാധ്യത ആണ് നിലവിൽ കാണുന്നത്. ബാക്കി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ആദവ് അർജുനയാണ്, അവരുടെ ക്യാമ്പയിനിങ് ജനറൽ സെക്രട്ടറിയാണ് ആദവ് അർജുന. ഡോക്ടർ കെ ജി അരുൺരാജാണ് ഒരാൾ. സെങ്കോട്ടയ്യൻ നമുക്കറിയാം അണ്ണാ ഡി എം കെയിൽ നിന്നും ഇവിടെ വരികയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ആൾ കൂടിയാണ് കെ എ സെങ്കോട്ടയ്യൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് വെങ്കടരമണനാണ്. അപ്പുറം അതിനുശേഷം വരുന്നത് CTR നിർമ്മൽകുമാറാണ്. രാജ്മോഹനുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ TK പ്രഭുവുണ്ട്, സെൽവി കീർത്തന. അങ്ങനെ 9 പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ തന്നെയാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ്. എന്തായാലും പോർട്ട്ഫോളിയോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ എന്തായാലും ലഭ്യമാകും. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ആഭ്യന്തരം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുക എന്നതാണ്. കായിക വകുപ്പായിരിക്കും ആദവ് അർജുനയ്ക്ക് നൽകുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുന്നു. ഈ പറഞ്ഞ സ്റ്റേഡിയത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കത് കൃത്യമായി തന്നെ കാണാം. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പാണ് എയർപോർട്ടിൽ നിന്നും ഇവിടേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ഇത്രയും ഇപ്പോൾ ഏപ്രിൽ 23 വരെ ഈ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ പ്രചരണ കാലത്ത്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത് കോൺഗ്രസിന് വേണ്ടി, സഖ്യത്തിന് വേണ്ടി, DMK സഖ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി വോട്ട് ചോദിച്ചത്, MK സ്റ്റാലിൻ സഹോദരനെ പോലെയുള്ള MK സ്റ്റാലിന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്ന രാഹുൽ ഗാന്ധി എന്തായാലും ഇന്നിപ്പോൾ എത്തുന്നത് തമിഴക വെട്രി കഴകത്തിന്റെ കോൺഗ്രസ് കൂടി ഭാഗമായിട്ടുള്ള തമിഴക വെട്രി കഴകത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിലേക്കാണ് എന്തായാലും ഇന്ന് കാര്യങ്ങൾ എത്തുന്നത്. പരമാവധി അരമണിക്കൂർ കൂടിയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ബാക്കിയുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾ, അത് പിന്തുണ നൽകിയ നേതാക്കളെല്ലാം തന്നെ, പിന്തുണ നൽകിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും ഒടുവിൽ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരുടെ പേരിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും വലിയ സസ്പെൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുക. എന്തായാലും ചില വകുപ്പുകൾ, അതായത് ഇപ്പോൾ ആദവ് അർജുനയ്ക്ക് എന്തായാലും കായികവും പ്ലസ് വേറെ മറ്റേന്തെങ്കിലും വകുപ്പായിരിക്കും നൽകുക. KA സെങ്കോട്ടയ്യന് റവന്യൂ പോലുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തെങ്കിലും നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അരുൺരാജ് ആണെങ്കിലും സമാനമായ രീതിയിൽ എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. മാത്രമല്ല TVKയുടെ സഖ്യത്തിലേക്ക് വന്ന കോൺഗ്രസിന് 3 മന്ത്രിസ്ഥാനം നൽകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിലായിരിക്കും അവരുടെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളുമൊക്കെ നടക്കുകയും ചെയ്യുക. എന്തായാലും ഇന്നിപ്പോൾ 18ാമത് മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട്, തമിഴ്നാട്ടിൽ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് എന്തായാലും തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി C. ജോസഫ് വിജയ് അധികാരമേൽക്കുന്നത്. 9 മന്ത്രിമാർ കൂടി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അത്രയധികം പാരമ്പര്യമുള്ള 2 മുന്നണികൾക്കെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ടാണ് ജോസഫ് വിജയ് എന്തായാലും അധികാരത്തിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. നമ്മൾ രാവിലെ മുതൽ ഇവിടെ വരുന്ന പല ആളുകളോടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരു വലിയ മാറ്റം എന്തായാലും ഉണ്ടാകും. ജോസഫ് വിജയ് വരുമ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാകും. അത് സാധാരണ ജനങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന മാറ്റങ്ങളായിരിക്കും എന്തായാലും ഉണ്ടാവുക. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, കാരണം ഏറെക്കുറെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആ വേദിയിലേക്ക് എത്തുകയാണ്. മനേഷ്, രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് DMK സഖ്യത്തിനായി തമിഴ്നാട്ടിൽ വോട്ട് ചോദിച്ചതാണ് രാഹുൽ ഗാന്ധി. DMK ചേർത്ത് നിർത്തി വോട്ട് തേടിയതാണ്. അന്ന് എതിർപക്ഷത്തായിരുന്നു TVKയും AADMKയും ഒക്കെ. TVK ഇപ്പോൾ അധികാരത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് കൂടി ആ സഖ്യത്തിലുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം. നേരത്തെ സ്റ്റാലിൻ കോൺഗ്രസിനെ വിമർശിച്ചത് നമ്മുടെ മുൻപിലുണ്ട്. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക്
എത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.